ധനുഷ്കോടി. മിക്കവാറും എല്ലാവരും ഈ സ്ഥലത്ത് പോയിട്ടുള്ളവരായിരിക്കും. എന്നാൽ പോകാത്ത ആൾക്കാരും ഉണ്ടാവും. അവർക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. പോയിട്ടുള്ളവർക്കും കാണാം. എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലം ഒരു പുണ്യ പരിപാവനമായ സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് പുണ്യം കിട്ടുകയാണെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്ന എനിക്ക് 100 കോടി പുണ്യം കിട്ടും. എന്തായാലും ധനുഷ്കോടി അടിപൊളിയാണ്. ഇവിടുത്തെ വേറൊരു അത്ഭുതമെന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിഗൂഢതകൾ നിറഞ്ഞ ഒരു പ്രേതാലയമാണ്. അങ്ങനെ ഞാനും എൻ്റെ ചങ്കുകളും കൂടെ ധനുഷ്കോടിയിൽ എല്ലാവർക്കും കുറേ ടാറ്റയൊക്കെ പറഞ്ഞ് ആ പ്രേതാലയം കാണാനായിട്ട് യാത്രയായി. ഇത് നമ്മുടെ സായിപ്പ് നൂറ്റാണ്ടുകൾക്ക് മുന്നേ പണിത ഒരു ചർച്ചാണ്. ഒട്ടനവധി തവണ കടലാക്രമണമുണ്ടായി ഈ ദേശം മുഴുവൻ നശിച്ചു പോയിട്ടും ഈ ചർച്ച് പൂർണ്ണമായും നശിക്കാതെ ഇന്നും നമുക്കിവിടെ കാണാം. അത് ദൈവത്തിൻ്റെ ശക്തിയാണോ അതോ ഇത് പണി കഴിപ്പിച്ച സായിപ്പിൻ്റെ ടെക്നോളജിയുടെ ശക്തിയാണോ എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ഇതൊരു അടിപൊളി കാഴ്ച തന്നെയാണ്. ഒരു അതിശയമൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ഇത് വലിയൊരു പ്രേതാലയമാണെന്ന് ഏതോ കണ്ണാങ്കുണ്ണികൾ പറഞ്ഞു പരത്തിയതാണ്. അല്ലാതെ ഇവിടെ പ്രേതവുമില്ല, ഒരു തേങ്ങാക്കൊലയുമില്ല. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോയും എടുത്ത് ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നി ഞങ്ങൾ യാത്രയായി.